എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നാം ഇത്രയും കഷ്ടപ്പെട്ട് സമയം ചിലവാക്കി വന്നത് ദൈവവചനം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ കൂടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിനോട് അനുസരിക്കുവാനുള്ളതായിരിക്കുന്ന സമർപ്പണത്തോടും മനോഭാവത്തോടും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചനം കേൾക്കാം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാജീവിതത്തിലുമൊക്കെ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് തൻ്റെ വചനത്താൽ നമ്മളെ നിലനിർത്തി നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി നമുക്ക് തുടരുവാൻ മലപ്പുറം ജില്ലയിൽ ഇടയാകുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ കൂടുതൽ നമുക്ക് വർദ്ധിച്ചു വരുവാനും മാതൃകാപരമായ നിലയിൽ മറ്റ് വിശ്വാസികളുടെ മുൻപിലും സമൂഹത്തിലും ജീവിക്കുവാൻ ദൈവവചന പഠനം നമുക്കിടയാക്കി തീർക്കട്ടെ. രാവിലെ നാം ചിന്തിച്ച വിഷയങ്ങളുടെ ബാക്കി വിഷയങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാതലായ വിഷയങ്ങൾ മാത്രം പറഞ്ഞു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. രാവിലെ നാം ചിന്തിച്ചത് 3 പ്രത്യേക കാര്യങ്ങളാണ്. ഒന്ന്, നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസം നമുക്ക് കൈമുതലായിട്ട് ഉണ്ടായതല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം വലിയവനുമായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിശ്വാസം വിലയേറിയതാണ്. അതൊരിക്കലായി നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. 2, അതിമഹത്തായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പല വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഇന്നും നമുക്ക് ഒരുപക്ഷെ വേണ്ടുന്ന അറിവില്ലായിരിക്കാം. വേദപുസ്തകം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാൽ നിറയപ്പെട്ടതാണ്. അത് നാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹവും ആശ്വാസവും ബലവും ധൈര്യവും ഒക്കെ ലഭിക്കുന്ന ഒന്നാണ് എന്ന് നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. 3-ാമതായിട്ട് പത്രോസ് പറയുന്നത് ജീവനും ഭക്തിക്കും എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. അതിനായിട്ട് നാം ഒരു ചിലവും ചെയ്യേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ അത് കുറഞ്ഞു പോയി, അല്പം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്ന് ചിന്തിക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം ആവശ്യമായിട്ട് നൽകിയിരിക്കുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും കേവലം ഒരു പേരിനുള്ള വിശ്വാസ ജീവിതമല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു വിശാലമായിരിക്കുന്ന ജീവിതമാണ്. മലയാളത്തിൽ ആ വാക്യമുണ്ട്. ആ വാക്യം എൻ്റെ മനസ്സിലേക്ക് പദം കൃത്യമായിട്ട് വരുന്നില്ല. ഞാൻ അവർക്ക് ജീവനെ കൊടുക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് സമൃദ്ധിയായിരിക്കുന്ന ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ക്രിസ്തീയ ജീവിതമല്ല, ഒരു വിശ്വാസ ജീവിതമല്ല. അത് സമൃദ്ധിയായിരിക്കുന്ന ജീവിതമാണ്. അതിൽ ഓരോ ദിവസവും വിശ്വാസി വളരുകയും വർദ്ധിക്കുകയും ചെയ്യണം. ആ സമൃദ്ധിയായ ജീവിതം നാം അനുഭവിക്കണം. അതിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനും മറ്റുള്ളവരിലേക്ക് പങ്കിടുവാനായിട്ടും കഴിയേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ സഹായിക്കട്ടെ. ഈ 3 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചത് ഈ 3 കാര്യങ്ങൾ നാം ചിന്തിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പർപ്പസുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ഈ ഭാഗത്ത് പത്രോസ് വിവരിക്കുന്നു. ഈ വിലയേറിയ വിശ്വാസം നമ്മെ ഫലമേൽപ്പിച്ചപ്പോൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയപ്പോൾ, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയപ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ നാം തിരിച്ചറിയണം. അങ്ങനെ നാം തിരിച്ചറിയുമ്പോഴാണ് കുറെ കൂടെ ക്രമീകൃതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഇനി പെട്ടെന്ന് ആ ഭാഗത്തേക്ക് പോവുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തന്നെ വീണ്ടും നമ്മൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അടുത്ത വാക്യത്തിന് ശ്രദ്ധിക്കുക. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ
ലോകത്തിനല്ല. നമ്മൾ പലപ്പോഴും വായിച്ചു പോകുന്നത് ലോകത്തിൻ എന്നാണ്. ലോകത്തിൽ എന്നല്ല, ലോകത്തിൽ. ഈ ലോകത്തിൽ പിന്നെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഈ 3 കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പർപ്പസ്, ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്നതായ ധാരാളം കാര്യങ്ങളുണ്ട്, നമ്മെ ആകർഷിക്കുന്നതായ ധാരാളം വസ്തുക്കളുണ്ട്. സ്വാഭാവികമായി നാം ഈ മാനുഷികമായ ശരീരത്തിൽ, പാപമയമായ ശരീരത്തിൽ നാം ജീവിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മുൻപാകെ തെളിഞ്ഞു വരും. പലതിനോടും നമുക്ക് താല്പര്യം തോന്നും, അമിതമായ താല്പര്യം തോന്നും. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിന്റെ സംവിധാനമുണ്ട്, ലോകത്തിലുള്ളത് എന്താണ്, പ്രധാനമായും നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണെന്നൊക്കെ യോഹന്നാന്റെ ലേഖനത്തിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇവിടെ പത്രോസ് അത് പറയുകയാണ്, ഈ ലോകത്തിൽ എന്നെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, എന്നെ മോഹിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇനി ആ മോഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് പത്രോസ് എടുത്തു പറയുന്നത്. എന്താണ് ആ മോഹം മുഖാന്തരം ഉണ്ടാകുന്നത്? അത് നന്മയല്ല. ഇവിടെ പത്രോസ് പറയുന്നത്, ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള, അപ്പൊ എന്താ? നാശമാണ്. അപ്പൊ ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന, എന്നെ ആകർഷിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളോടുള്ള എൻ്റെ മോഹം, എൻ്റെ ആഗ്രഹം, താല്പര്യം, അത് എവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത്? നാശത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇത് വിശ്വാസികൾ തിരിച്ചറിയണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ പത്രോസ് പറഞ്ഞിരിക്കുന്ന, ഈ 3 കാര്യങ്ങൾ, വിലയേറിയ വിശ്വാസം, അതിമഹത്തായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, അതിൻ്റെ പിന്നിലെ ഉദ്ദേശം പത്രോസ് പറയുകയാണ്, ഈ സംഭവിക്കുവാൻ പോകുന്ന നാശം വിട്ടൊഴിയാനായിട്ടാണ് ഇത് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ടാകാം. ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒന്നാമത്തെ വ്യക്തി യോശുവയുടെ പുസ്തകത്തിലാണ്. അതിനോട് ചേർത്ത് നിങ്ങൾക്ക് പലരെയും ചിന്തിക്കാനായിട്ട് സാധിക്കും. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആരാണെന്നറിയാമോ? ഇതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, ആഖാൻ എന്ന വ്യക്തി, അല്ലേ? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ആഖാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൺഫസ് ചെയ്യുന്ന വാക്യങ്ങളാണ്. ഏറ്റു പറയുകയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നേ? വസ്ത്രം, വെള്ളി, വേറെ വല്ലതും ഉണ്ടോ? കേട്ടില്ല. അപ്പൊ ആഖാൻ അവിടെ പറയുന്ന വാക്കുണ്ട്, ഞാനിത് കണ്ടിട്ട് മോഹിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പൊ നോക്കുക, ഈ ലോകത്തിലുള്ള ചില വസ്തുക്കൾ ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. അത് കണ്ടിട്ട് ആഖാൻ എന്തുണ്ടായി? അതിനോടുള്ള മോഹമുണ്ടായി. ആ മോഹം മുഖാന്തരം താൻ അത് എടുത്തിട്ട് പബ്ലിക്കായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? എടുത്തിട്ട് പബ്ലിക്കായിട്ട് ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. പിന്നെ അതിൻ്റെ പരിണിത ഫലം നമ്മൾ എന്താ വായിക്കുന്നത്? ഒരു വലിയ കൽക്കുന്ന് തന്നെ അവിടെ കൂടിയല്ലേ പിന്നീട്, അല്ലേ? ആഖാനെ മാത്രമല്ല, ആഖാനോട് ചേർന്ന കുടുംബങ്ങളെയും അവരെന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്ന് ഒരു വലിയ കൽക്കൂമ്പാരം അവിടെ കൂട്ടാനിടയായിട്ട്. അപ്പൊ ആഖാന്റെ ഈ ലോകത്തിലെ വസ്തുക്കളോടുള്ളതായിരിക്കുന്ന തൻ്റെ മോഹം
തന്നെ എവിടെയാ എത്തിച്ചേ? തൻ്റെ നാശത്തിലേക്കാണ് എത്തിച്ചത്. താൻ എടുത്തു വെച്ചത്, താൻ ആഗ്രഹിച്ചത്, താൻ സൂക്ഷിച്ചു വെച്ചതൊന്നും തനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അതെല്ലാം കൂടെ അതിനോട് ചേർന്ന് ആകാനും അവനോട് കൂടെ ആ തെറ്റ് ചെയ്യാത്ത അവന്റെ കുടുംബക്കാരോട് എന്ത് ചെയ്യുന്നു? അവരും കൂടെ നാശത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇനി മറ്റൊരു സംഭവം രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. ഇതേപോലെ തന്നെയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. വായിക്കണമെന്നില്ല, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഗേഹസി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലേ, എലീശയുടെ അടുത്തേക്ക് ആരാ വന്നേ? കുഷ്ഠരോഗിയായിരിക്കുന്ന നാമാൻ. അപ്പൊ അവൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തനിക്ക് സൗഖ്യം കിട്ടുന്നോട് വന്ന് അവൻ കരുതിയാണ് വന്നത്. അതെല്ലാം ആര് നിരസിച്ചു? എലീശ നിരസിച്ചു. എലീശ പറഞ്ഞു, യഹോവയാണ്, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും വാങ്ങത്തില്ല. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ഞാൻ നിന്നോടുള്ള ബന്ധത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറകിൽ നിന്ന ഗേഹസി എന്താ പറഞ്ഞേ? യഹോവയാണ്, ഞാൻ എന്തെങ്കിലും വാങ്ങാതെ വിടത്തില്ല. നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചാൽ മതി. അതിൻ്റെ 22-ാം വാക്യം 27-ാം വാക്യം ഒക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവം? ഗേഹസിയുടെ ആ നയമാന്റെ വസ്തുക്കളിന്മേലുള്ള മോഹം മുഖാന്തരം ആ നയമാന് ഏത് കുഷ്ഠത്തെ വിട്ടുകളഞ്ഞോ ആ കുഷ്ഠം ആരിലേക്ക് പോയി? ഗേഹസിയിലേക്ക് പോയി. അപ്പൊ അവന്റെ മോഹം അവന്റെ നാശത്തിനിടയായി തീർന്നു. ഇനി പുതിയ നിയമത്തിനുണ്ട് ഉദാഹരണം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം നമുക്ക് സുപരിചിതമായ ഫാമിലിയാണ് അല്ലേ? ആരൊക്കെയാ? അനന്യാസും സഫീരയും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഉള്ളിൽ ആ സ്ഥലം വിറ്റതിന് ശേഷം അവർക്ക് ധനത്തോടുണ്ടായതായിരിക്കുന്ന മോഹം അതെവിടെ കൊണ്ടെത്തിച്ചു? 2 പേരെയും മറവ് ചെയ്യേണ്ടതായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അപ്പോ ഈ ലോകത്തിൽ മോഹം മുഖാന്തരം ഉണ്ടാകുന്ന നാശം വിട്ടൊഴിയാനായിട്ട് ദൈവം നമുക്കിത് നൽകിയിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. ഇനി 2 വ്യക്തികളെ കൂടെ ഞാൻ പറയാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരിക. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അതിന് അബ്രഹാം, ജനസീസ് ചാപ്റ്റർ 14 വേഴ്സ് 22, അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരിപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യും. നമുക്കറിയാം ഈ സംഭവം. ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ലോത്തിന്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അബ്രഹാം 318 യുദ്ധവീരന്മാരുമായിട്ട് പോയി അവരെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ശാലേം രാജാവ് 18-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം പറഞ്ഞ മറുപടിയാണ് നാം താഴെ വായിച്ചത്. നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയുവാൻ ഒരവസരം ഞാൻ തരികയില്ല. എന്താണ്? ഞാൻ നിന്റെ ഒരു ചരടാകട്ടെ ഒരു ചെരുപ്പുവാറാകട്ടെ എന്ത് ചെയ്യത്തില്ല, ഇതിൽ നിന്ന് എടുക്കത്തില്ല. പക്ഷെ അബ്രഹാം ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. തൊട്ട് താഴെ നമ്മൾ വായിക്കുന്ന 24-ാം വാക്യത്തിൽ, ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടി വന്ന ആനേർ, എഷ്കോൽ, മാമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. അബ്രഹാമിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. എന്താ തീരുമാനം? ഞാൻ സോദോം രാജാവിനോട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നത് മുഖാന്തരം നാളെ ഒരു സമയത്ത് സോദോം രാജാവ് എന്ത് പറയാനിടയായിത്തീരും? അബ്രഹാമിനെ സമ്പന്നനാക്കിയതാരാണ്? ഞാനാണ്, ഞാൻ കൊടുത്തത് വാങ്ങിയത് കൊണ്ടാണ്, അതുകൊണ്ടാണ്, അതാണ് കൈനീട്ടം, അവന്റെ അനുഗ്രഹത്തിന്റെ കൈനീട്ടം എന്റെ കൈ കൊണ്ട് കൊടുത്തതാന്ന് പറയാനിടയാകരുത് എന്ന് പറഞ്ഞാൽ അബ്രഹാം ആർക്കാ? സമ്പൂർണമായ
പൂർണ്ണമായ ക്രെഡിറ്റ് നൽകുന്നത് ഞാൻ എന്തായിത്തീരുന്നോ അതിന്റെ സകല മഹത്വം ആർക്ക് കിട്ടണം? ദൈവത്തിന് കിട്ടണം. അപ്പോ അബ്രഹാമിന്റെ മുൻപാകെ വന്നതായിരിക്കുന്ന വലിയ ഒരു പ്രലോഭനം, വലിയൊരു മോഹം, അത് വിട്ടൊഴിയുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചു. ആർക്ക് സാധിച്ചില്ല? ഗേഹസിക്ക് സാധിച്ചില്ല. നാം ആദ്യം വായിച്ച ഭാഗത്തെ ആരെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ആഖാന് സാധിച്ചില്ല. അതേ സ്ഥാനത്ത് അബ്രഹാമിന് സാധിച്ചു ആ മോഹത്തിന്റെ മേൽ വിജയം വരിക്കുവാൻ. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 33-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 33, 20-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. കിട്ടിയൊരു വായിച്ചോ. ആരത് പറയുന്നേ? പൗലോസ് തന്റെ യാത്രയായിട്ട് ഫെയർവെലിന്റെ ഏതാണ്ട് സമയം വന്നു കഴിഞ്ഞപ്പോൾ അവരെയെല്ലാം വിളിച്ചുകൂട്ടി താൻ അവരുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചതായിരിക്കുന്ന വിധങ്ങളെ കുറിച്ച് താൻ അവരെ പറയുന്ന സമയത്ത് പറയാണ്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച സമയത്ത് ഞാൻ എങ്ങനെയല്ല ശുശ്രൂഷിച്ചത്? ആരുടെയും പൊന്നോ വെള്ളിയോ. പഴയ നിയമത്തിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം, അല്ലേ? ഈ വസ്തുക്കളൊക്കെ തന്നെയായിരുന്നു പ്രശ്നം. ഇന്നും ഇത് തന്നെയൊക്കെ തന്നെ പ്രശ്നം. പൗലോസ് പറയാണ്, ഞാൻ ഇതൊന്നും മോഹിച്ചിട്ടല്ല എന്ത് ചെയ്തത്, ശുശ്രൂഷ ചെയ്തത്. ഇന്നും ദൈവമക്കളായിരിക്കുന്ന നാം ശ്രദ്ധിക്കേണ്ട മേഖല, ശുശ്രൂഷ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. ആ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ലോകത്തിലെ നേട്ടങ്ങളായിരിക്കരുത്, മറ്റാരെയെങ്കിലും പ്രസാദിപ്പിക്കുവാനായിട്ടായി തീരരുത്, മറ്റെന്തെങ്കിലും മോഹിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാനായിട്ട് ആയിത്തീരരുത്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ആർക്കെന്ന പോലെ ചെയ്യണം, കർത്താവിനെന്ന പോലെ ചെയ്യണം. 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന പോലെ ചെയ്യുവിൻ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് ക്രിസ്തുവിനെ സേവിക്കണം. അപ്പോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിലും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലും സമൂഹത്തെ ശുശ്രൂഷിക്കുമ്പോഴും നമ്മുടെ മുൻപാകെ പ്രലോഭനങ്ങളായിട്ടും മോഹം വർദ്ധിപ്പിക്കുന്ന രീതിയിലും അനേക വിഷയങ്ങൾ വരാം. അബ്രഹാമിനെ സംബന്ധിച്ച് അവൻ കൊടുത്തത് വാങ്ങിയാൽ ആരും തെറ്റ് പറയാനൊന്നും പോകുന്നില്ല. കാരണം അവന്റെ ഒരു റൈറ്റ് എന്ന് വേണേൽ പറയാം. കാരണം അവൻ പോയിട്ട് കഠിനാധ്വാനം ചെയ്ത് യുദ്ധം ചെയ്താണ് ഇതിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കാൻ അവന് റൈറ്റ് ഉണ്ട്. പക്ഷേ അവൻ ആ ന്യായമായ അവകാശം പോലും എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒരു അപ്പസ്തോലൻ എന്നുള്ളതായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇരിക്കാൻ എനിക്ക് അധികാരമുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിയിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവമക്കളായിരിക്കും നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളെ മോഹിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന, നമുക്ക് അവകാശമെന്ന് തോന്നാവുന്ന, ആരും തെറ്റ് പറയാത്ത രീതിയിലുള്ള പലതും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുൻപാകെ വരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം സൂക്ഷിച്ചോണം, അങ്ങനെയുള്ള മോഹം അത് ഒരു ദിവസം എവിടെ കൊണ്ട് എത്തിക്കും? നാശത്തിലേക്ക് എത്തിക്കും. അപ്പം ആ നാശം വിട്ടൊഴിയുവാനായിട്ടാണ് ദൈവം എന്ത് നമുക്ക് നൽകിയത്? വിലയേറിയ വിശ്വാസവും അതിമഹത്തായിരിക്കുന്ന വാഗ്ദത്തങ്ങളും പിന്നെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുന്നത് ഈ ലോകത്തിൽ മോഹത്താൽ സംഭവിക്കുന്ന നാശം വിട്ടൊഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. 4-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചോ. നമ്മൾ വായിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് വീണ്ടും വായിക്കാം. വാക്യം നമ്മുടെ ഹൃദയത്തിലോട്ട് തറവായി തീരട്ടെ. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് പിന്നെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. രണ്ടാമത്തെ റീസൺ പത്രോസ് പറയാണ്, ഈ വലിയ വിശ്വാസവും അതിമഹത്തായ വാഗ്ദത്തങ്ങളും ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം നമ്മുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കണം. ആരുടെ സ്വഭാവം? പത്രോസ് പറയാണ്, ഇതെല്ലാം തന്നിരിക്കുന്നത് എന്നെ പോലെ നിങ്ങളായിത്തീരാനാണ്. പത്രോസിന്റെ സ്വഭാവം ഉൾക്കൊള്ളാനാണ്. ആണോ?
പൗലോസിന്റെ സ്വഭാവം ഉൾക്കൊള്ളാനാണോ? മോശയുടെ സ്വഭാവം ഉൾക്കൊള്ളാനാണോ? ഏലിയാവിന്റെ സ്വഭാവം ഉൾക്കൊള്ളാനാണോ? അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് പോയ സമയത്ത് തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താ ഉണ്ടായത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവന് ചെവി കൊടുത്തു. അപ്പോ ദൈവവചനത്തിലൂടെ ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ പിന്നിലത്തെ രണ്ടാമത്തെ ഉദ്ദേശം, നാം ഏത് സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം? ദിവ്യ സ്വഭാവത്തിന് അഥവാ ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഒന്ന്, ലോകത്തിൽ മോഹത്താൽ സംഭവിക്കുന്ന നാശം വിട്ട് മാറി നിൽക്കുവാൻ, നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. രണ്ട്, ദൈവിക സ്വഭാവത്തിന് നമ്മെ പങ്കാളികളാക്കി തീർക്കുവാനായിട്ടാണ്. എന്താ ദൈവിക സ്വഭാവം? ഒത്തിരി സ്വഭാവങ്ങളുണ്ടല്ലേ? വേദോസ്തം നാം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് എന്നും ഏറ്റുമുട്ടേണ്ടി വരുന്ന, ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സ്വഭാവങ്ങളൊന്ന് പറയാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ ദൈവത്തിന്റെ സ്വഭാവം എന്താ വേദോസ്തം പറയുന്നറിയാമോ? ദൈവം സ്നേഹമാണ്, അല്ലേ? അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം സ്നേഹവാനാണ്, സ്നേഹമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുകയും പ്രസംഗിക്കുകയും എപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്ന കാര്യമാണ് സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം. എന്നാൽ ഏറ്റവും കുറവ് നമ്മുടെ ജീവിതത്തിലുള്ളതും ഈ വിഷയം തന്നെയാണ്, അല്ലേ? ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ എന്തില്ല, നമ്മൾ പലപ്പോഴും തമാശക്കൂടി ആണെങ്കിലും പലരെയും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അത് വിശ്വാസികൾ തമ്മിലുള്ള ആദ്യ സ്നേഹത്തെ കുറിച്ചല്ല വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം വിട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വിശ്വാസികളോടുള്ള ആദ്യ സ്നേഹം കുറയും. അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആരംഭകാലത്തെ സ്നേഹം, കരുതല്, കൂട്ടായ്മ ബന്ധം, അതൊക്കെ ഇന്ന് എന്തായി മാറി? വളരെ കുറവായി. നമ്മളിങ്ങനെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിശ്വാസ ജീവിതം നയിച്ചങ്ങ് പോവുകയാണ്. എല്ലാവരെയും കാണുന്നു, കൈയൊക്കെ കൊടുക്കുന്നു, പ്രൈസിലോട് പറയുന്നു, ഏതാണ്ട് തൃപ്തിയാണെന്ന് നമ്മളങ്ങ് പോവുക. പക്ഷേ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം എവിടില്ല? ഉള്ളിന്റെ ഉള്ളിൽ പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നില്ല, പരസ്പരം അനുഭവിക്കാൻ കഴിയുന്നില്ല, വിശ്വാസികളോട് അനുഭവിക്കുവാൻ കഴിയുന്നില്ല, ദൈവദാസന്മാർ തമ്മിൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. വേറെ എവിടെയും പോകണ്ട, മലപ്പുറം തന്നെ നമ്മുടെ മാതൃക, അല്ലേ? ദൈവദാസന്മാർ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്ക് തന്നെ ഈ ദൈവിക സ്നേഹം വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി നാം തീരണമെന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സ്നേഹം പോലും നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഇനി മറ്റൊന്ന്, ദൈവത്തിന്റെ വേറൊരു സ്വഭാവം ഞാൻ പറയാം. നിങ്ങളുടെ മനസ്സിൽ പലത് കാണുമോ, നിങ്ങൾ കൂട്ടി ചിന്തിച്ചോ. ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവമാണ് ദീർഘക്ഷമ, ലോങ് സഫറിങ്. നമുക്ക് എത്രത്തോളം ഉണ്ട്? നമുക്ക് ദീർഘക്ഷമ പോട്ടെ, ഇപ്പൊ വന്ന് നമുക്ക് ക്ഷമ പോലും ഇല്ലാത്തതായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിത്തീർന്നിരിക്കുകയാണ്, അല്ലേ? ഒന്ന് പറഞ്ഞാൽ രണ്ട് പറഞ്ഞില്ല. ഇപ്പൊ നമുക്കും എന്തായി? നമുക്കും മറ്റ് അവിശ്വാസികളെ പോലെ തന്നെ BP ഷുഗർ ഒക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? ക്ഷമ പോലും ഇല്ല. അപ്പൊ പിന്നെ ദീർഘക്ഷമയുടെ കാര്യത്തിൽ എന്താ നമ്മൾ പറയുക? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, അല്ലെ? എനിക്ക് കാശുണ്ട്, എനിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിവുണ്ട്, നിങ്ങളുടെ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എന്ത് പോകുന്നു? ആരോട് ചോദിക്കാൻ? ആരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ദൈവിക സ്വഭാവമാണ്. പത്രോസ് പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം, ദീർഘക്ഷമയുണ്ടാകണം. പത്രോസ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു. പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. പത്രോസ് ചോദിച്ചു, കൂട്ടുകാരൻ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? എന്നിട്ട് പത്രോസ് തന്നെ ഒരു കണക്കും വെച്ചു. എത്ര പ്രാവശ്യം? പത്രോസ് തന്നെ പറയാണ്, 7 പ്രാവശ്യം പറയാൻ ഞാൻ റെഡിയാണ്. കർത്താവ് എന്താ പറഞ്ഞേ? 7 പോരാ, 70 വട്ടം. കണക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരവൊക്കെ കിട്ടും. അതല്ല കർത്താവ്. കണക്കിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല, മറിച്ച് പിന്നെന്താണ്? ഒരു സഹോദരൻ നിന്നോട് ആവർത്തിച്ച് ഒരു തെറ്റ് ചെയ്യുമ്പോഴും നിന്റെ മനോഭാവം എന്തായിരിക്കണം?
നിനക്ക് ക്ഷമിക്കുവാൻ മാത്രമേ അധികാരമുള്ളൂ. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തെ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചു. എനിക്ക് വളരെ ദുഃഖം തോന്നി പ്രിയമുള്ളത്. ആ അനൗൺസ്മെന്റിൽ നാം പറഞ്ഞു വെച്ചത് സഭയായിട്ടെടുത്ത തീരുമാനമാണ്. എന്താണ്? ഇവിടെ പല സഭകളും സഹകരിക്കുന്നില്ല, രണ്ട് ചേരിയായിട്ട് പോകുന്നു, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എടക്കര സഭ മാതൃകയായിരിക്കണമെന്നുള്ളതാണ്. എടക്കര സഭ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ, എടക്കര സഭ ഒരു ബൈബിൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നാം ഈ എടക്കര സഭയിലുള്ള ഒരു സ്വാർത്ഥരായിട്ട് തീരരുത്. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിലും മറ്റു സഭകളിലും ഇങ്ങനെയുള്ള ആത്മീക കൂട്ടായ്മകൾ ആഗ്രഹിക്കുന്ന അനേക സാധാരണ വിശ്വാസികളുണ്ടെന്നുള്ള കാര്യം നാം ചിന്തിക്കണം. മുൻനിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ എന്ന് പറയുന്ന പലരും പലതിനും തടസ്സമായിരിക്കാം. അതുകൊണ്ട് പല സഭകളിലും നിഷ്കളങ്കരായിരിക്കുന്ന വിശ്വാസികൾ അവരുടെ അണ്ടറിൽ ഒതുങ്ങിപ്പോവുകയാണ്. അവർക്ക് ആഗ്രഹമുണ്ട് ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മ ബന്ധം പങ്കിടാൻ, സ്നേഹം പങ്കിടാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, ദൈവവചനം കേൾക്കാൻ. അങ്ങനെയുള്ള സാധാരണ വിശ്വാസികളെ കൂടെ മുൻനിരയിൽ നിന്ന്, കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുരുടന്മാരായിരിക്കുന്ന വഴികാട്ടികളായിരിക്കുന്നവർ, അവരെ കൂടെ മുടക്കുകയാണ്. ആ സ്ഥാനത്ത് എടക്കര സഭ മാതൃകയാകണമെന്നാണ് ഇന്ന് രാത്രികാലം എനിക്ക് പറയാനായിട്ടുള്ളത്. ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ്. താല്പര്യമുള്ളവർ സഹകരിക്കട്ടെ. സഹോദരന്മാർക്ക് കത്ത് കൊടുക്കുകയോ വിളിച്ചു പറയുകയോ ചെയ്യണം. നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചു വെച്ച് 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് നടത്തി. നമുക്കറിയാം നമ്മുടെ സഭയിൽ തന്നെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്, എത്ര പേര് പങ്കെടുക്കും. സാമു വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, കൊച്ചു ബീച്ച് അടക്കം എല്ലാവരും വരണം. എത്ര പേര് വരും എന്നുള്ളത് നമുക്ക് ഏകദേശം കണക്കുണ്ട്, നമുക്കറിയാം. എന്തിനാ? ഏതെങ്കിലുമൊക്കെ സഭയിലെ സഹോദരന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ. ദീർഘക്ഷമ നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്ക് നമ്മൾ കൂട്ടു നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ദൈവിക സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരണം. എടക്കര സഭ മാതൃകയായിട്ട് തീരണം. വിട്ടുകളയേണ്ടത് വിട്ടുകളയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഒരു ചുവടായിരിക്കാം നാളെ ഒരുപക്ഷെ ഒരുവരെ ചിന്തിപ്പിക്കുന്നത്. നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ വചനമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പ്രയോജനവും സംഭവിക്കാൻ പോകുന്നില്ല. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ഇതെല്ലാം കേട്ട് 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 കോപം നിങ്ങൾക്കായി തന്നെ ചരടിച്ചു വെക്കുന്ന അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. ദീർഘക്ഷമ നമുക്ക് ആവശ്യമാണ്. വ്യക്തിപരമായിട്ട് ആവശ്യമാണ്, കുടുംബത്തിൽ ആവശ്യമാണ്, സഭയായിട്ട് ആവശ്യമാണ്. എവിടെയെല്ലാം നമുക്ക് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ. എടക്കര സഭയിൽ ദൈവം നൽകിയിട്ടുള്ള പോലെയുള്ള ദൈവവചനം മലപ്പുറത്തെ ഒരു സഭയിലും കിട്ടുന്നില്ല. നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കും? ഇത് പുറമേ നിന്ന് പഠിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ കൃപയാൽ എടക്കര സഭയിൽ തന്നെ ദൈവവചനം നന്നായി പഠിപ്പിക്കാൻ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. കാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് കൂടാതെ പുറമേ നിന്ന് ദൈവദാസന്മാർ വരുന്നു. ആ നാം മാതൃകയായില്ലെങ്കിൽ പിന്നെ ഏത് സഭ മാതൃകയാകും? നമ്മൾ വിചിന്തനം ചെയ്യണം. ഇനിയും സമയമുണ്ട്. ഒക്ടോബർ 3 വരെ സമയമുണ്ട്. ചിന്തിക്കണം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ. ഒരല്പം നമുക്കൊന്ന് താഴുന്നത് കൊണ്ട് ഒരുത്തനെ നേടാൻ പറ്റിയാൽ, ഒരുത്തന്റെ മനസ്സ് മാറാൻ കഴിഞ്ഞാൽ അതല്ലേ അനുഗ്രഹം. അല്ല ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനമുള്ളത്? പേരിലൊരു ബൈബിൾ ക്ലാസ് നടത്തി നമ്മളെല്ലാവരും കൂടെ കൂടി 10, 25, 30 പേര് കൂടി ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് നടന്നു പറഞ്ഞ് പോയാൽ മതിയോ? അത് മതിയെങ്കിൽ അത് മതി. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് കറക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര കേട്ടാലും നമ്മൾ അരകലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്ന അനുഭവമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. ഒരുപാട് പറഞ്ഞു പോയി ഞാൻ ക്ലാസ് അവസാനിക്കത്തില്ല. മറ്റൊരു സ്വഭാവം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കരുണ ദൈവത്തിന്റെ സ്വഭാവമാണ്. ദയ ദൈവത്തിന്റെ സ്വഭാവമാണ്. മനസ്സലിവ് ദൈവത്തിന്റെ സ്വഭാവമാണ്. വീണ്ടും നാം വായിക്കും, ദൈവം മുഖപക്ഷമില്ലാത്തവരാണ്, അല്ലെ? പക്ഷപാതമില്ലാത്തവരാണ്, പാർഷ്യാലിറ്റി ഇല്ലാത്ത ദൈവം. പത്രോസ് പറയാണ്, നിങ്ങൾക്കിതൊക്കെ തന്നിരിക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം ദൈവ സ്വഭാവത്തിന് നിങ്ങൾ അനുദിനം എന്തായിത്തീരണം? കൂട്ടാളികളായിത്തീരണം. ഒരു ദിവസം കൊണ്ടൊന്നും ആകത്തില്ല. നമ്മൾ പാടുമല്ലോ, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണു എത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും. നമ്മൾ കള്ളമാണോ പാടുന്നത്?
പാട്ടിന്റെ ട്യൂണിൽ നമ്മൾ പാടിപ്പോകുന്നല്ല, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണോ ആ പാട്ട് പാടുന്നത്? ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെ ആക്കണമേ. ഫിലിപ്പിലേഖനത്തിൽ പൗലോസ് പറയാണ്, let the mind of Jesus be in you. യേശു ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പക്ഷപാതമുണ്ടോ? മുഖപക്ഷമുണ്ടോ? കരുണ കാണിക്കാൻ കഴിയുന്നുണ്ടോ? ദയ കാണിക്കാൻ കഴിയുന്നുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? മനസ്സലിവുണ്ടോ? സ്നേഹമുണ്ടോ? ഇന്ന് രാത്രികാലം ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം. ഒരുപക്ഷെ എടക്കരയിലുള്ളതായിരിക്കുന്ന എല്ലാ വിശ്വാസികളും നാം ചിന്തിക്കുകയാണ്, അവരൊന്നും മാറുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് എന്നോട് പറയാം, ഞാൻ മാറാൻ റെഡിയാണ്, ഞാൻ താഴാൻ റെഡിയാണ്, ഞാൻ സഹകരിക്കാൻ റെഡിയാണ്. അങ്ങനെ ഒരു തീരുമാനം വ്യക്തിപരമായിട്ടെങ്കിലും ചെയ്താൽ ദൈവം അതിനെ ആദരിക്കും. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഇതിനൊരു മാറ്റമുണ്ടാകണം. ഒരുമിച്ച് സഹകരിക്കുവാനും ദൈവസ്നേഹത്തിൽ നിലകൊള്ളുവാനും ഒരു കാലം ഞങ്ങൾക്ക് തരണമേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇസ്രായേൽ പ്രാർത്ഥിച്ചു, കർത്താവേ പണ്ടത്തെ പോലെയുള്ള സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? തീർച്ചയായിട്ടും ദൈവം കേൾക്കും. പത്രോസ് പറയാണ്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുക, യേശുവെ പോലെ ആകുവാനാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് നോക്കുക. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഒന്നാമത്തെ കാര്യം നാം ചിന്തിച്ചത് എന്താണ്? ഈ ലോകത്തിൽ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിയണം. രണ്ടാമത്തെ കാര്യം, ദൈവ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരണം. മൂന്നാമത്തെ കാര്യം, 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. വായിച്ചോ. 8-ാം വാക്യത്തിന്റെ ആരംഭത്തിലാണ് ആ വാക്ക്. എന്താണ്? ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. വർദ്ധനവിന്റെ ജീവിതം. വേറെന്തായാലും മലയാളം വാക്ക് പറഞ്ഞത് പെരുപ്പിക്കുക, അല്ലെ? കൂട്ടുക. നമ്മൾ ബുദ്ധിമാന്മാരാണ്, അല്ലേ? നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് നമുക്കറിയാം. അതിനുള്ളതായിരിക്കുന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ന്യായമായ നിലയിൽ ചെയ്യാനകത്തൊന്നും ഒരു തെറ്റില്ല. തെറ്റായ വഴിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ന്യായമായ നിലവാരത്തിൽ അത് വർദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ല. വസ്തുവിനോട് വസ്തു കൂട്ടാൻ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വർധനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിലോ, കഴിഞ്ഞ 25 വർഷത്തെ ആത്മീയ ജീവിതം, ശുശ്രൂഷാ ജീവിതം, കഴിഞ്ഞ 25 വർഷത്തെ ദൈവവചന വായന പഠനം, കഴിഞ്ഞ 25 വർഷത്തെ പ്രാർത്ഥനാ ജീവിതം, കൂട്ടായ്മ ബന്ധം എല്ലാം ഒന്ന് പരിശോധിച്ച് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ കൂടെ പോകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ മുൻപോട്ട് പെരുകിയിട്ടുണ്ടോ? വർദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം കൂടിയിട്ടുണ്ടോ? ഉയർന്നിട്ടുണ്ടോ? അതെയോ ഞാൻ കീഴോട്ടാണോ പോകുന്നത്? പത്രോസ് പറയാണ്, ഈ കാര്യങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, വർധനവിന് വേണ്ടിയാണ്, അത് പെരുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. 9-ാം അധ്യായത്തിന് 22-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9:22, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9:22. പൗലോസിനെ കുറിച്ച് എടുത്തു പറയുന്നതായിരിക്കുന്ന ഒരു വാക്കുകൾ. ശൗലോ മേൽക്കുമേൽ. ഇതെപ്പോഴാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ശൗലിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ ശൗല് കർത്താവിനെ കാണുന്നു, രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ താന് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു അനന്യാസിനോട് കർത്താവ് പറയുന്നു, ഇന്ന സ്ഥലത്ത് ഇന്നയാളുണ്ട്, ശൗലുണ്ട്, ഇന്നയാളുടെ വീട്ടിൽ പാർക്കുന്നു, നീ അവിടെ ചെല്ലണം, അവൻ കണ്ണു കാണാതിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ശൗലിനെ കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു. ആ ആളുകളുടെ ഇടയിൽ ശൗലിനെ അനന്യാസിന് കണ്ടെത്താൻ, ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരടയാളം പറഞ്ഞു കൊടുത്തു. എന്താ അടയാളം എന്നറിയാമോ? അവിടെ കുറെ പേര് കൂടിയിട്ടുണ്ട്. ശൗലിനെ അനന്യാസിന്
വ്യക്തിപരമായിട്ട് അറിയത്തില്ല, പക്ഷെ ശൗലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശൗലിനെ ഭയപ്പെട്ടാണ് അവിടെ ഉള്ളതായിരിക്കുന്ന ദൈവജനം പാർക്കുന്നത്. അപ്പോ ഇന്ന് കർത്താവുമായിട്ട് ശൗലിന് ഒരു അഭിമുഖമുണ്ടായി. അവിടെ ശൗലിന് മാനസാന്തരം ഉണ്ടായി. അവൻ ആ കുതിരപ്പുറത്തുനിന്ന് വീണു. അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അവൻ തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ അവൻ പാർക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഈ ശൗലിന് വേണ്ടി അനന്യാസേ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അവിടെ ചെല്ലുമ്പം ധാരാളം പേരുണ്ട്. ശൗലിനെ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? കണ്ണ് കാണാത്തവനെ നോക്കാനല്ല പറഞ്ഞത്, അന്ധനാരാൻ നോക്കാനല്ല പറഞ്ഞത്. ശൗൽ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശൗൽ അവിടെ എന്ത് ചെയ്യാന്നാണ് കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. അവിടെ ആ വാക്യത്തെ ശൗല് പ്രാർത്ഥിക്കുക. അപ്പൊ അനന്യാസ് കയറി ചെല്ലുമ്പം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണോ അവൻ ആരാ? ശൗല. ആ വാക്യത്തിന് ശേഷമാണ് 22-ാം വാക്യത്തിൽ നാം വായിച്ചത്, ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എന്താ അതിന്റെ പിന്നിലുള്ള സോഴ്സ്? ശൗലിന്റെ പ്രാർത്ഥനയാണ്. ശൗല് കർത്താവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ശൗലിന്റെ ജീവിതം അങ്ങനെ ഒറ്റയടിക്ക് മാറ്റപ്പെട്ടു. ശൗൽ പ്രാർത്ഥിക്കുന്നവനായി തീർന്നു. ശൗലിന്റെ ആ പ്രാർത്ഥനാ ജീവിതം ശൗലിനെ മേൽക്കുമേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിക്കുവാനായിട്ടിടയാക്കി. നമ്മൾ ഒന്നുകൂടി ചുരുക്കി പറയട്ടെ, ശൗൽ ആത്മീകമായി വർധനവിലേക്ക് മുൻപോട്ട് പോവുകയാണ്. പിൽക്കാലത്താണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളതിനെ ഞാൻ മറന്ന് മുൻപിലുള്ളതിലേക്ക്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ആരംഭിച്ച തന്റെ ഓട്ടം ഇന്നും താൻ പുറകോട്ട് നോക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പുറകോട്ട് തന്റെ ചുവടുകൾ പോയിട്ടില്ല. മറിച്ച് താൻ മുൻപിലേക്ക് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിമോത്തിയോസിന്റെ ലേഖനം താൻ എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയാണ്, ഞാൻ ഓട്ടം തികച്ചു. എവിടെ തുടങ്ങിയ ഓട്ടമാ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തുടങ്ങിയ ഓട്ടം ഫിലിപ്പി ലേഖനത്തിൽ പിന്നെയും താൻ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ ഓട്ടം തികച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം ആത്മീക വളർച്ചയുടെ വർധനവിന്റെ ജീവിതമാണ്. ഞാൻ എന്റെ വാക്കുകളെ എനിക്ക് ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പത്രോസ് പറയുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. ഏതായി വർദ്ധിക്കേണ്ടത്? അതെല്ലാം വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുൻപാകില്ലെങ്കിലും വായിച്ചെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം എന്താ വായിക്കുന്നേ? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. വിശ്വാസം ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ആര് തന്നതാ? ദൈവം നമുക്ക് തന്നതാ. അത് ഫൗണ്ടേഷനായിട്ട് അവിടെ കിടക്കുകയാണ്. ഇനി ആ വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? വീര്യം. മലയാളത്തിൽ ആ വീര്യം എന്നൊക്കെയുള്ള ആയിരിക്കുന്ന വാക്ക് വായിക്കുമ്പം ശക്തി എന്നൊക്കെയാണ് നമുക്ക് വരുന്നത്, ധൈര്യം എന്നൊക്കെയുള്ള ആയിരിക്കുന്ന ചിന്തയാണ് വരുന്നത്. ഞാൻ അതിന്റെ വേറൊരു ട്രാൻസ്ലേഷൻ നോക്കിയപ്പോൾ ആ വിശ്വാസമാകുന്ന ഫൗണ്ടേഷനിൽ അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിന്മേൽ കുറച്ചുകൂടെ വളർന്ന, കുറച്ചുകൂടെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ജീവിത ശൈലി എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിച്ച നാളിനെ പോലെ തന്നെ ഇരിക്കുകയല്ല, വിശ്വസിച്ച ആ സ്ഥാനത്ത് നിന്ന് 2 പടി പുറകോട്ടുമല്ല, മറിച്ച് എന്താണ്? 2 പടി കൂടെ ഉയർന്ന നിലവാരം, കുറച്ചുകൂടെ ആത്മീകമായി വളർന്ന നിലവാരം. എൻ്റെ വാക്കുകളിൽ പക്വതയുണ്ടാകുന്നു, ആത്മീകത്വം ഉണ്ടാകുന്നു, ആത്മീകമായിരിക്കുന്ന ചൊവ്വയോടുകൂടെ കൃപയോടുകൂടെ സംസാരിക്കാൻ കഴിയുന്നു, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അതൊക്കെ താഴെ പറയുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ അടിസ്ഥാനപരമായി ദൈവം നൽകിയ വിശ്വാസത്തോട് ഒരു എനർജി, വീര്യം, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഉയർന്ന നിലവാരത്തെ എന്ത് ചെയ്യുന്നു? ഞാൻ കൂട്ടുന്നു. ഇനിയോ അടുത്തത് എന്താണ്? വീര്യത്തോട് പരിജ്ഞാനം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമുക്കെല്ലാവർക്കും ജ്ഞാനമുണ്ട്, അല്ലെ? പഠിക്കുന്ന പിള്ളേർക്ക് ഫിസിക്സിനെ കുറിച്ച് അറിയാം, ബയോളജിയെ കുറിച്ച് അറിയാം, കണക്കിനെ കുറിച്ച് അറിയാം, ഇംഗ്ലീഷ് അറിയാം, എല്ലാ സബ്ജക്റ്റിലും ന്യായമായിരിക്കും ജ്ഞാനമുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ജ്ഞാനം എവിടെയെങ്കിലും കുറവാണെങ്കിൽ ആരോട് ചോദിച്ചാൽ മതി? അത് ബൈബിള്, ദൈവത്തോട്. നമ്മൾ ചോദിക്കുന്ന ആരോടാണ്? ഗൂഗിളിനോട് ചോദിക്കും, അല്ലെ? ഒരു മെഡിസിൻ കിട്ടിയാൽ ഡോക്ടറാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? ഏറ്റവും ഉന്നതനായിരിക്കുന്ന
ഏറ്റവും ഡിഗ്രിയുള്ള ഡോക്ടറാണ് നമുക്ക് മെഡിസിൻ എഴുതി തന്നേക്കുന്നത്. പക്ഷെ അത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പോയി ഗൂഗിളിൽ അടിച്ചു നോക്കും അല്ലേ, ഇതിന്റെ യൂസേജ്, ഇതിന്റെ സൈഡ് എഫക്ട്സ്. അവസാനം കുറെ നമ്മൾ പഠിച്ചു കഴിയുമ്പം ഡോക്ടർ മണ്ടനാകും, നമ്മൾ ഈ ഗുളിക എടുത്ത് അലമാരി വെക്കും, കഴിക്കാൻ നമുക്ക് ഭയമായിട്ട്. ഗൂഗിളിനോട് ചോദിക്കാനല്ല പറയുന്നത്. ഇവിടുത്തെ ജ്ഞാനം കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? ദൈവികമായ ജ്ഞാനം. നമുക്ക് ജ്ഞാനമുണ്ട്, ജനറൽ നോളജ് ഉണ്ട്, പല കാര്യങ്ങളിലും നമുക്ക് അറിവുണ്ട്. പക്ഷേ പരിജ്ഞാനം എന്ന് പറയുമ്പം അതൊരു പടി കൂടെ കടന്നതാണ്. ഒരു പടിയല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുദിനമായിരിക്കുന്ന പരിചയം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഭവ സമ്പത്താണ്. നമ്മളോട് ചുരുക്കി ഇങ്ങനെ പറയാം, അവസരോചിതമായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആ ജ്ഞാനത്തെയാണ് വേദപുസ്തകം പരിജ്ഞാനം എന്ന് പറയുന്നത്. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, എല്ലാ ഡിഗ്രിയും വലിയ ബോർഡാ. നമ്മൾ സാറിന് നാട്ടുഭാഷ പറയും. ഇത് രാവിലെ ഞങ്ങൾ യുവജനോട് പറയതേ, നമ്മൾ പറയും എല്ലാം ഉണ്ട് പക്ഷെ വെളിവില്ല അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എനിക്കത് വിശദീകരിക്കാൻ വാക്കുകളില്ല. എല്ലാം ഉണ്ട് പക്ഷെ എന്തില്ല? വെളിവില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചുരുക്കം? ഇവരെന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണമെന്ന് അവന് അറിവുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു സംഭവം ഓർക്കുകയാണ്. അത് 88 എൻ്റെ ഓർമ്മ. കാസർഗോഡ് നമ്മുടെ മൊത്തം YMEF ക്യാമ്പ് നടക്കും. അന്നത്തെ പ്രധാന പ്രാസംഗികൻ നമ്മുടെ ചാണ്ടപ്പുള്ള ഫിലിപ്പാണ്. 88 ഞാൻ ആ ക്യാമ്പിൽ പോയിട്ടു. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം മുഴുകിയതും പുട്ടുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൽ ഈ ഏത്തപ്പഴം മലബാറിലെല്ലാം കൃഷിയുള്ളവരാണ്. അപ്പൊ അന്ന് ഞാൻ ഈ പറഞ്ഞ വിശ്വാസികളെ സംബന്ധിച്ച് അവരെന്തുണ്ടെങ്കിലും എല്ലാം തുറന്ന മനസ്സോടുകൂടെ കർത്താവിന്റെ നാമത്തിൽ ചെലവ് ചെയ്യുന്നവരാണ്. ഈ 10-100 പേരിലധികം വരുന്ന ആളുകൾക്ക് ഏത്തപ്പഴം കൊടുക്കണേ എത്ര കൊലയുണ്ടായിരുന്നു. എനിവേ പുള്ളിക്കാരൻ്റെ വക സ്പോൺസർഷിപ്പാണ് ഈ ഏത്തപ്പഴം. രാവിലെ പുട്ടും ഏത്തപ്പഴം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡെസ്കേൽ ഇരുന്ന് കഴിക്കുക. അവ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുമല്ലോ, സ്തോത്രം ചെയ്യും. അപ്പോൾ ഒരു സഹോദരനെ ഇതിനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സ്തോത്രം ചെയ്യാൻ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഈ സഹോദരൻ്റെ പേര് പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തനിക്ക് അധ്വാനിക്കാൻ കൊടുത്ത ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്തു. വാഴ വെച്ചപ്പോൾ മുതലുള്ളായിരിക്കുന്ന ഏതാണ്ട് 10 മാസത്തെ കണക്ക് പറഞ്ഞു. അങ്ങനെ ആ വാഴ പുള്ളി കൊലപ്പിച്ചു. സ്തോത്രത്തിൽ കൂടെ ഏതാണ്ട് ഒരു 10-12 മിനിറ്റ് പുള്ളി സ്തോത്രം ചെയ്ത് നിർത്തി. അപ്പം ഞങ്ങളിങ്ങനെ അടുത്തിരിക്കുകയാണ്. ചാണ്ടപ്പുള്ള ബ്രദർ ഒരു ടേബിളിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഈ പഴം ഇച്ചിരൂടെ പഴുക്കാനുണ്ടായിരുന്നു. പുള്ളി ആത്മാർത്ഥമായിട്ട് പറഞ്ഞു ഇച്ചിരൂടെ പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചാണ്ടപ്പുള്ള സഹോദരൻ്റെ ശൈലി അറിയാം. പുള്ളി പറഞ്ഞു, എൻ്റെ മോനെ അത് പഴുക്കാനും കൂടെ സമയം ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. പറഞ്ഞ മനസ്സിലായ ഒരു ക്യാമ്പ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം, അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകണം, ഷെഡ്യൂൾ ഇട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സ്തോത്രം ചെയ്യാൻ ഏൽപ്പിച്ചതാണ്. ഇദ്ദേഹം ഒരു 12-13 മിനിറ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, പലതിലും നമുക്ക് അറിവുണ്ടെങ്കിലും പരിജ്ഞാനം എന്ന് പറയുന്നത് പലയിടത്തും നമ്മൾ പരാജിതരാണ്. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയാൽ എന്താണ് അവിടെ വചനം സംസാരിക്കേണ്ടതെന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. വിവാഹത്തിന് പോയിട്ട് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുക, മരണത്തിന് പോയിട്ട് വിവാഹത്തെക്കുറിച്ച് പ്രസംഗിക്കുക, എല്ലാ വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചു. പരിജ്ഞാനം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ ആരും ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല, നേടിയെടുക്കാൻ പറ്റത്തില്ല. ഇന്നും നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പക്വതയോടുകൂടെയും കൃപയോടുകൂടെയും തന്മയത്വത്തോടുകൂടെയും ആരോട് എങ്ങനെ ഏത് നിലയിൽ ഇടപെടണമെന്ന് മനസ്സിലാക്കി എന്നെ കേൾക്കുന്നവന്റെ ഫീലിംഗ് കൂടെ മനസ്സിലാക്കണം. ഞാനൊരു വിഷയം പറയുമ്പോൾ എന്നെ കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകാൻ പോകുന്നത്, അവനത് മുറിവേൽക്കുമോ എന്നുള്ളത് മനസ്സിലാക്കി സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന കഴിവ്. അപ്പൊ ഇവിടെ പത്രോസ് പറയാണ്, എന്താണ്? നമുക്ക് വീര്യത്തോട് പരിജ്ഞാനം വേണം, പിന്നെ പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം വേണം. നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്, എത്ര സെൻസസ് ഉണ്ട് മക്കളെ അറിയാമോ? നമ്മൾ മലയാളത്തിൽ തന്നെ അത് പറയാറുണ്ട്. എന്താ? പഞ്ചേന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങളാണ്, 5 സെൻസസ് ആണ് നമുക്ക് പ്രധാനമായിട്ട്. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ മേലും നമുക്ക് എന്തുണ്ടാകണം? വി നീഡ് കൺട്രോൾ. നമുക്ക് നിയന്ത്രണം വേണം.
സംയമനം പാലിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയല്ലേ. പലപ്പോഴും എന്തില്ല, ഈ സംയമനം പലയിടത്തും പാലിക്കപ്പെടുന്നില്ല. കുടുംബത്തിലായാലും സഭയിലായാലും സഹോദരന്മാരോടായാലും ഒക്കെ നാം സംസാരിച്ച് വൈകാരികമായിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പറയാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയ ജയം, പിന്നെ ഇന്ദ്രിയജയത്തോട് സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിളായിട്ട് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളുണ്ടാകണം. പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഈ ECG എടുക്കുന്ന പോലെയാണ്. ECG എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത് അല്ലേ? ഉയർന്നും ഇങ്ങനെ ഒരു വേരിയേഷനാണ് അല്ലേ? ഇന്നൊരാഴ്ച ഭയങ്കര വേദപുസ്തക വായനയും പഠനവും പ്രാർത്ഥനയും ഭയങ്കര ആത്മാർത്ഥതയൊക്കെയാണ്. അടുത്ത 2 ആഴ്ച അതിന്റെ പരിസരത്തൂടെ ആ 2 ആഴ്ച എന്തായിരിക്കും അവസ്ഥ? സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം. അതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഈ വിഷയങ്ങളെല്ലാം ക്രമാനുക്രമമായിട്ട് അവനൊരു നിയന്ത്രണം ഉണ്ടാകണം. വാക്കിന്മേൽ, പ്രവൃത്തിയുടെ മേൽ, ഇടപെടലിന്റെ മേലൊക്കെ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സ്വഭാവം, സ്ഥിരതയുണ്ടാകണം. പിന്നെ സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇതിപ്പോ ഒന്നിനോടൊന്ന് എന്താ ചെയ്യണ്ടേ? കൂട്ടണം. ഇപ്പം നമ്മളിനി ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഈ അവസാനത്തു നിന്ന് പുറകോട്ടാണ് നമ്മളിപ്പോൾ ഞണ്ട് നടക്കുന്ന പോലെയാണ്. സ്നേഹത്തിൽ നിന്ന് ഈ പറഞ്ഞതെല്ലാം നമ്മളിപ്പോൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? ഇങ്ങനെ മൈനസ് ആയിക്കൊണ്ടിരിക്കുക. മൈനസ് അല്ല ഇവിടെ, പിന്നെയോ ഇവിടെ ആ 1 തുടങ്ങി പ്ലസ്സിലേക്ക് പോകണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ആഡ് ചെയ്യുന്ന, വീണ്ടും വീണ്ടും കൂട്ടിക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് പത്രോസോട് പറയുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, വായിക്കാം. അവിടെ പത്രോസ് പറയാണ്, ഇവ നിങ്ങളിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദൈവിക സ്വഭാവത്തോട് ഒന്നിനോടൊന്ന് അനുദിനം കൂട്ടുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഫലമില്ലാത്തവരായിരിക്കയില്ല. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരായിരിക്കയില്ല, നിഷ്ഫലന്മാരായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫലം ഇല്ലാത്തവരായിരിക്കയില്ല. എന്നിട്ടാണ് 9-ാം വാക്യം, ഞാൻ രാവിലെ വായിച്ച വാക്യം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏവയില്ലാത്തവൻ, ഈ കൂട്ടലില്ലാത്തവൻ, ഈ വർധനവില്ലാത്തവൻ, ഈ ആത്മീക വളർച്ചയില്ലാത്തവൻ, ദൈവവചന വായനയും പഠനവും ഇല്ലാത്തവൻ, പ്രാർത്ഥനയില്ലാത്തവൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മനസ്സില്ലാത്തവൻ, എന്ത് വേണേലും നിങ്ങൾക്ക് അതിനോട് കൂട്ടിച്ചേർക്കാം. ഈ കോണ്ടക്സ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുകളിൽ പറഞ്ഞ 7 കാര്യങ്ങളിൽ ഒരു പരിശ്രമവും നടത്താത്തവൻ, ഒരു വർധനവും ഇല്ലാത്തവൻ, അവൻ ആരാന്നാ പറഞ്ഞേക്കുന്നത്? അവൻ ആരാ? അവൻ കുരുടനാണ്. ഹീസ് എ ബ്ലൈൻഡ് മാൻ എന്ന് പറഞ്ഞാൽ കുരുടന്റെ അവസ്ഥ എന്താ? അവൻ ഒന്നും കാണുന്നില്ല, ഒന്നും കാണാൻ കഴിയില്ല. ഇനി അതിന് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് അവൻ കുരുടനാണ്. പിന്നെ അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്, ഷോർട്ട് സൈറ്റ്. നമ്മളൊക്കെ കണ്ണാടി വെച്ചിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചേക്കുന്നത് എനിക്ക് അടുത്തുള്ളത് വായിക്കാൻ പറ്റും. എനിക്ക് പുറയിലിരിക്കുന്ന സഹോദരിയെ കാണാം, പുറയിലിരിക്കുന്ന മതിലും കാണാം, വൃക്ഷങ്ങളൊക്കെ കാണാം, എനിക്ക് ദൂരത്തിൽ കാണാം. പക്ഷെ അടുത്തിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. ചിലർക്ക് അടുത്തിരിക്കുന്നത് നന്നായിട്ട് കാണാം, ദൂരത്തേക്ക് കാണത്തില്ല. അതാണ് ഹ്രസ്വദൃഷ്ടി. ഹിന്ദിയിൽ അതിന് ദുർബല ആംഗം എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയില്ല. കണ്ണിലൊക്കെ ഒരു മങ്ങൽ അല്ലെ? ഇപ്പം നമുക്ക് ഷുഗറൊക്കെ കൂടിയിട്ട് മിക്കവാറും പേർക്ക് മങ്ങലാണ്. ആത്മീയമായിട്ട് കാര്യങ്ങളെ ദൂരത്തേക്ക് കാണാൻ കഴിയുന്നില്ല, അടുത്തുള്ളത് മാത്രം കാണാൻ കഴിയുന്നു. ഹിസ്കിയാവ് പറഞ്ഞതുപോലെ, ഹിസ്കിയാവിന്റെ അഹങ്കാരത്തിന് ദൈവം ന്യായവിധിയായി ചെയ്യുമ്പോൾ ഹിസ്കിയാവ് പറയാ, വലിയൊരു ആശ്വാസം. എന്താ ആശ്വാസം? ഏതായാലും എൻ്റെ കാലത്ത് സംഭവിക്കത്തില്ലോ. എൻ്റെ തലമുറ വരുമ്പോൾ എന്തായാലും എനിക്ക്, പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് നാം ചെയ്യുന്ന തീരുമാനങ്ങൾ ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, സഹകരണത്തോടുള്ള ബന്ധത്തിൽ, കൂട്ടായ്മ ബന്ധത്തോടുള്ള ബന്ധത്തിൽ, മറ്റാത്മീകമായ പൊതുപ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി സൺഡേ സ്കൂളിലേലും കുഴപ്പമില്ല, ബാലസംഘയിലേലും കുഴപ്പമില്ല, VBS-ലേലും കുഴപ്പമില്ല, ഒരാത്മീയ ശുശ്രൂഷയിലേലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു.
നിങ്ങൾക്ക് ലോങ് സൈറ്റിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ വേദപുസ്തകം നമ്മെ വിളിക്കുന്നത് യു ആർ എ ബ്ലൈൻഡ്. നീ ഒരു അന്ധനാണ്. നീ വരുന്ന തലമുറയെ കുറിച്ച് കാണുന്നവനല്ല. എന്റെ മുൻപാകെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആത്മീക ജീവിതത്തെ കുറിച്ച് ഒരു ഭാരവുമില്ലാത്തവനായി ഞാൻ ശുശ്രൂഷിക്കുകയാണ്. നമ്മൾ പലപ്പോഴും സഭയുടെ തീരുമാനമോ അതായതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പം ഇത് ആരുടെ മുന്നിലാണ് പറയുന്നത്? നമ്മൾ ഇവരെ മൈൻഡ് ചെയ്യാറില്ലല്ലേ? നമ്മൾ അവരെ കൺസിഡർ ചെയ്യാറില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇവരിത് കേൾക്കുന്നുണ്ട്, ഇവരിത് മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നത് എന്താണ്, മലപ്പുറം ജില്ലയിലെ സഭകൾ എന്താണ്, എങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റ് ക്യാമ്പുകളിൽ പോകാനായിട്ടുള്ള പ്രേരണയുണ്ടാകും? ആരാ ഉത്തരവാദി? ഞങ്ങൾ ഇന്ന് രാവിലെ സംസാരിച്ചു, ചുമ്മാ തമാശ വേണം പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പറയും പിതാക്കന്മാരായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ പലതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയതിനെ ഒന്നും അംഗീകരിക്കുകയില്ല. പിതാക്കന്മാരായിട്ട് നാം ചെയ്തു വെക്കുന്ന തെറ്റുകളും ആലോചിച്ചോണം നാളെ തലമുറയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ചിന്താഗതി അല്ല ആത്മീക ചിന്താഗതി. ക്രിസ്തുദൃഷ്ടിയുള്ളവരായിട്ട്, അന്ധന്മാരായിട്ട്, ലോങ് സൈറ്റ് ഇല്ലാത്തവരായിട്ട്, ആത്മീകമായിട്ട് മുൻപോട്ട് കാര്യങ്ങളെ കാണുവാൻ കഴിയാത്തവരായിട്ട് പോകുവാനായിട്ടിടയായിത്തീരല്ലേ. ഇവിടെ പത്രോസ് പറയാണ്, അങ്ങനെയുള്ളവർ അവർ കുരുടനത്രേ, അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും. അടുത്തത് എന്താണെന്നറിയാമോ? തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ചുരുക്കം? നന്ദിയില്ലാത്തവന്മാർക്ക്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിച്ചത് എന്ത് ചെയ്തു? നാം എന്ത് ചെയ്യുക? മറന്നു കളഞ്ഞ് നന്ദിയില്ലാത്തവരായി തീരുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും താഴാനും പൊറുക്കാനും ഒന്നും കഴിയാതെ പോകുന്നത്. ദൈവമുള്ളൊരു ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്താ പറയുന്നത്? മനമേ ഹോയെ വാഴ്ത്തി അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എഫേസ്യർ വായിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരു വിശ്വാസി ഓർക്കേണ്ട കാര്യം എന്താണ്? ദൈവം എൻ്റെ പാപങ്ങളെ എന്ത് ചെയ്തു? കഴുകി ശുദ്ധീകരിച്ചു, എന്നെ ശുദ്ധനാക്കി തീർത്തു, എനിക്ക് ദൈവത്തോട് നിരപ്പ് തന്നു, സമാധാനം തന്നു, വിശ്വാസി എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെ ദൈവത്തിന്റെ നന്മകളെ നന്ദിയോടുകൂടെ ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് മറ്റു തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. അത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ വേദപുസ്തകം എന്നെ വിളിക്കുന്നത് നീ ഒരു അന്ധനാണ്, നീയാണ് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. നീ വഴികാട്ടിയാൽ, കർത്താവ് പറഞ്ഞല്ലോ, അന്ധനെ വഴികാട്ടിയാൽ എന്തായിരിക്കും അതിൻ്റെ അടുത്ത ഫലം? രണ്ടുപേരും. നമ്മളിത് വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിചിന്തനം ചെയ്യുക. കുരുടന്റെ സ്ഥാനത്താണ്, ക്രിസ്തുദൃഷ്ടിയുടെ സ്ഥാനത്താണോ? അടുത്തുള്ളത് മാത്രം, ഇന്നത്തെയും നാളത്തെയും മാത്രം ചിന്തിച്ചാണോ ഞാൻ ആത്മീക കാര്യങ്ങളെ കാണുന്നത്? അല്ല, ഞാൻ നന്ദിയില്ലാത്തവനായിട്ടിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. പത്രോസ് പറയുകയാണ്, വിലയേറിയ വിശ്വാസം ദൈവം നമ്മെ പറഞ്ഞു, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകി, ജീവനും ഭക്തിക്കും വേണ്ടി ഇതെല്ലാം ദൈവം നമുക്ക് നൽകി. അത് മുഖാന്തരം ഇവയാൽ ഈ ലോകത്തിൽ മോഹത്താൽ സംഭവിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞു ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. ആത്മീയമായിരിക്കുന്ന സ്വഭാവങ്ങളിൽ വർദ്ധിച്ചു വരുന്ന, വളരുന്നതായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പത്രോസിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് കേട്ടതായിരിക്കുന്ന നാം നമ്മെ തന്നെ പരിശോധിക്കുക. എവിടെയെങ്കിലും നമുക്ക് ഇനിയും കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മേഖലയുണ്ടെങ്കിൽ, ആവശ്യം ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുമെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഭാഗം വ്യക്തിപരമായിട്ട് കറക്റ്റ് ചെയ്യുക. സഭയായിട്ട് എവിടെയെങ്കിലും നമുക്ക് സംസാരിച്ച് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമുക്ക് വിട്ടുകളയാം. നമുക്ക് മാതൃകയായിട്ട് തീരാം, നമുക്ക് താഴാം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാം. നമുക്ക് വേണ്ടി മാത്രം നാം ജീവിക്കുന്നവരായിട്ട് ചിന്തിക്കുന്നവരായിട്ട് തീരാതെ ഒരു സ്റ്റെപ്പ് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിട്ട് നാളെ തീരും. അത് നമ്മുടെ തലമുറകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് വലിയ നാളെ